വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുമനപരമായ വിശുദ്ധ ശബ്ദത്തിൽ ദൈവവചനമായി നിങ്ങൾ മുമ്പ് സർവശക്തനായ ദൈവം സ്തുതിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ദൈവവചനം ശ്രമിക്കുന്നതിന് നമുക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിവാഹം മർക്കൂസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 71-ാമത്തെ വാക്യം ഒന്നുമായി. മർക്കൂസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 71-ാമത്തെ വാക്യം. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. നമുക്കൊരു നിമിഷം തലവനെ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാകുന്ന സ്വർഗീയ പിതാവാകുന്ന കർത്താവേ, ഈ വിശുദ്ധ ശബ്ദത്തിൽ കർത്താവെ ദൈവവചനവുമായി എതിർക്കുവാൻ തക്കവണ്ണം അടിയൻ യോഗ്യനല്ല കർത്താവേ. അടിയന്റെ കുറ്റങ്ങളും കുറവുകളും അവിടുന്ന് ക്ഷമിക്കുമാറാകണം. അടിയന്റെ നാവിനെ അവിടുന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ അടിയന്റെ നാവിൽ നിന്നൊന്നും വരാതെ വണ്ണം ദൈവഭൂതന്മാരാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി, ഞങ്ങൾ ചിന്തിക്കുന്നതായ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ദൈവിക സാന്നിധ്യം ഇവിടെ അവിടെ മഹത്വപ്പെടുത്തുമാറാണ്. ദൈവനാമ മഹത്വത്തിനായി നടക്കുവാൻ നമ്മൾ അനുഗ്രഹിക്കുന്നു. സകല ദൈവസ്തുതിയിൽ താഴ്മയെ സമർപ്പിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം. നാം ഇപ്പോൾ വായിച്ചു കേട്ടതായ തിരുവചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. പത്രോസ് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ അതിനു മുൻപേ തന്നെ പത്രോസ് എങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തിയെന്നും നമുക്കറിയാം. പത്രോസ് യേശുവിന്റെ അടുക്കൽ വരുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 42-ാമത്തെ വാക്യം. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി. ഇവിടെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന് മുൻപിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നത് തന്റെ സഹോദരൻ പറഞ്ഞു. തന്റെ സഹോദരനാണ് ആരെ കൊണ്ടുവരുന്നത്? പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്, അല്ലേ? യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ യേശു അവിടെ പറഞ്ഞതായ കാര്യമാണ് അടുത്ത് പറയുന്നത്. എന്താണ് പറയുന്നത്? യേശു പത്രോസിനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, അല്ലെ? അതിന്റെ പേരെന്താണ്? നീ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് യേശു പറഞ്ഞു, അല്ലെ? അപ്പോൾ ആദ്യം പത്രോസിനെ ശീമോനായിരുന്നതായ വ്യക്തിയെ യേശു എന്താണ് പറഞ്ഞത്? നിന്നെ ഞാൻ ഇനി എന്ന് വിളിക്കും? കേഫ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഈ ശീമോൻ എന്ന വാക്കെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നതായ ഒരു വേട് അതൊരു ഞാങ്ങണ പോലെ എന്നാണ്. ഒട്ടും ബലമില്ലാത്തതായ ഒരു ചെറിയൊരു തൈ, ഞാങ്ങണ തൈ പോലെയാണ്. അത് കാറ്റടിക്കുമ്പോൾ അത് ആടി ഉലയുന്നതായ ഒരു ഞാങ്ങണ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാങ്ങണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ബലമില്ല, അല്ലെ? ആരെന്ത് പറഞ്ഞാലും ഒരു ബലമില്ലാതെ നിൽക്കുന്ന ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും അസ്ഥിരമായതായ ഒരു അവസ്ഥയാണ്. എന്നാൽ പത്രോസിനെ യേശു മുഖത്ത് നോക്കി പറയുന്നത്, നിന്നെ ഞാൻ ഇനി ആരെന്ന് പറയും? നിന്നെ ഞാൻ കേഫ എന്ന് പറയും. എന്താണ് കേഫ എന്ന് വിളിക്കുന്നത്? കേഫ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള പാറകഷ്ണമെന്നാണ്. ഉറപ്പുള്ള ഒരു പാറകഷ്ണത്തോട് ആണ് ഇവിടെ യേശു പറയുന്നത്, അല്ലെ? പത്രോസിന്റെ ജീവിതം നാം പിന്നോട്ട് നോക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി വ്യക്തിയായിരുന്നു. താൻ യേശുവിനെ സ്വീകരിച്ച് തന്റെ വിശ്വാസത്തിൽ വന്നതായ സമയം മുതൽ യേശുവിൽ അവൻ വളരെയധികം ആശ്രയിച്ചിരുന്നതായി നമുക്ക് കാണാം. എവിടെ പോയാലും യേശു പോയാലും ആരെ കൊണ്ടുപോകും? 3 ശിഷ്യന്മാരെയും കൊണ്ടുപോകും, അല്ലെ? കാരണം യേശുവിന് അറിയാം ഏത് കാര്യങ്ങൾ ചെയ്താലും ഇവരെന്ത് ചെയ്യും? ഇവർ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും, അല്ലെ? ഇത് നമ്മുടെ കാരണ സർക്കിളിലും നമ്മുടെ സർക്കിൾ ലീഡർ ഇതിന്റെ നിലയിൽ നിന്നും ഈ കാലഘട്ട സർക്കിൾ എന്തെങ്കിലും കാര്യങ്ങൾ
ആരെ വിളിക്കും? ആദ്യം തന്നോട് കൂടെ നിൽക്കുന്നതായ തന്റെ പാസ്റ്റർമാരെ വിളിക്കും, അല്ലെ? തന്റെ സഹ കൂട്ടുകാരെയും വിളിക്കും. കാരണം എന്താണോ? നമ്മൾ അവിടെ നടത്തുന്നതായ കാര്യങ്ങൾ എല്ലാം ഭംഗിയും ഉചിതത്തോടും ചെയ്യുവാൻ തക്കവണ്ണം ചില വ്യക്തികളെ കൂട്ടിയെടുക്കും. അങ്ങനെ യേശു തന്റെ പരസ്യ ശുശ്രൂഷകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും തന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വ്യക്തികളെ കൊണ്ടുപോകുന്നു കാണാം. അതിൽ ഒന്നാമനായിരുന്നു പത്രോസ്, അല്ലെ? അഥവാ ശീമോൻ അഥവാ കേഫ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി യേശു ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ പേരുകൾ വലിയ പ്രാധാന്യമുള്ളതാണ്, അല്ലെ? എബ്രായ പേരുകൾക്ക് ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. നമുക്ക് ബാബിലോണിൽ പിടിച്ചുകൊണ്ട് പോയതായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നുള്ള 3 പേരുകളെ കുറിച്ച് നമുക്കറിയാം, അല്ലെ? അതിന്റെ ഓരോ പേരിന്റെയും അർത്ഥങ്ങൾ പ്രത്യേകം. നമ്മൾ ഒരിക്കൽ ഇവിടെ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു. നമുക്ക്, അല്ലെ, ശാസ്ത്രം പഠിക്കാനുണ്ടായിരുന്നു. അതിനെ കുറിച്ച് നമുക്ക് അതിനൊരു ക്ലാസ് എടുത്തു. അപ്പോൾ ആ പേരിന്റെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ യഹോവ എന്റെ സഹായി, യഹോവ എന്റെ ദൂതമാർഗൻ എന്നൊക്കെ അതിന് ഓരോരോ പേരിനും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ശീമോൻ പത്രോസിനും യേശു വിട്ടതായ ഒരു പേരെന്ന് പറയുന്നത് ഉറപ്പുള്ളവനാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാം ഉറപ്പുള്ളവരായിരിക്കണം, അല്ലെ? നാം പഴയ ജീവിതത്തിൽ നാം ചാഞ്ചാടി പോകുന്നവരായിട്ട് ഒരിക്കലുമല്ല. ക്രിസ്തീയ ജീവിതം എന്നുള്ള ഒരു പ്രത്യാശയുടെയും ഒരു ഉറപ്പിന്റെയും ജീവിതമാണ് ദൈവം നമുക്ക് നൽകുന്നത്. നമുക്ക് പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പത്രോസ് എങ്ങനെയുള്ളവരായിരുന്നു? ഒന്നാമതായി അവൻ യേശുവിനെ കുറിച്ച് വളരെയധികം ഒരു അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ യേശുവിനെ കുറിച്ച് വളരെയധികം ഉറപ്പുള്ള ഒരു വിശ്വാസമുള്ളവനായിരുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 68-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അല്ലെ, ഒരു മിനിറ്റ്. ഇവിടെ ഇത് പറയും മുൻപേ തന്നെ യേശുവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും യേശുവിന്റെ അടുക്കൽ നിന്ന് ഏറെക്കുറെ ഇവിടെ പോയി അവരെല്ലാവരും പിരിഞ്ഞു പോയതായി കാണുന്നു. കാരണം അവിടെ യേശു പറയുന്നതായ ചില വാക്കുകൾ, എന്റെ പിതാവ് നിങ്ങളിൽ പ്രവർത്തിച്ചിട്ടല്ലാതെ എനിക്കൊന്നും നിങ്ങളോട് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല, അല്ലെ? അപ്പോൾ യേശുവിൽ ആശ്രയിച്ച് വരുമ്പോൾ എന്റെ പിതാവാണ് എന്നെ അയച്ചത്, എന്റെ പിതാവിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് പുത്രനോട് പറയുമ്പോൾ, അപ്പോൾ പുത്രനെ ചിലർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും പിരിഞ്ഞുപോയി. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും എന്ത് ചെയ്യുവാൻ കഴിയുന്നില്ലേ? പോകുവാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതായ ഒരു വാക്കാണ്, അല്ലെ? അവിടെ പത്രോസ് യേശുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വായിക്കാം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, അല്ലെ? അപ്പൊ യേശുവിനെ കുറിച്ച് അവന് ഒരു അറിവുണ്ടായിരുന്നു. എന്താണ് അറിവ്? നിത്യജീവന്റെ അറിവാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആരെ കുറിച്ചുള്ള അറിവ് വേണം? നമ്മൾ വിളിച്ചതായ ദൈവത്തിനെ കുറിച്ച് അറിവ് വേണം, അല്ലെ? അവൻ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും നമ്മെ കൈവിടാത്തതായ ദൈവമാണ്. നിത്യജീവൻ ആരുടെ പക്കലാണുള്ളത്? അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലേ ഉള്ളൂ, അല്ലെ? അപ്പോൾ അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു നിത്യജീവൻ ഉണ്ടാകും, അല്ലെ? പത്രോസിന് ഈ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുക്കലാണ് ഇനി പോകാനത്? ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന നിശ്ചയ നീയാണ്, നിന്നിലാണ് നിത്യജീവനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെ? അപ്പൊ യേശുവിനെ കുറിച്ച് ഒരു അഗാധമായ അറിവുണ്ടായിരുന്നു പത്രോസിനുണ്ടായിരുന്നു, അല്ലെ? ഏഫയ്ക്കുണ്ടായിരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ വളരെ ഉത്സാഹിയാണ്. ആര്? പത്രോസ്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ ഉത്സാഹിയാണ്. എല്ലാം ചെയ്യണമെന്നുള്ള ഒരു ഉത്സാഹിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ വളരെയധികം ഉത്സാഹിയായിരുന്നു, അല്ലെ? നമുക്ക് ഉത്സാഹി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ അവസാനമാണ്. അവിടെ നിന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വീകരിച്ചതായ തിരുവത്താഴ ശുശ്രൂഷ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അവിടെ യേശു എന്താണ് ചെയ്തത്? തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവസാന കാലത്തിൽ തിരുവത്താഴ ശുശ്രൂഷ നടത്തിയല്ലേ? അതിനു മുമ്പായി പാദ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട്.
അവിടെ ഈ പാദശുശ്രൂഷ ആര് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ചെയ്തു. അവിടെ ഒരു താഴ്മയുടെ അനുഭവം ഇവിടെ കാണിച്ചു കൊടുത്തത് തന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. അല്ലെ, യേശു തന്റെ ശിഷ്യന്മാർക്ക് ഞാനാണ് ഒന്നാമൻ എന്ന് പറഞ്ഞു നടക്കുന്നതായി മറ്റെല്ലാ ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുത്തു. താഴ്മയുടെ അനുഭവം എവിടെ ഉണ്ടാകണം? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പത്രോസിനെ ആര് പഠിപ്പിച്ചു കൊടുത്തു? കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചു കൊടുത്തു. അല്ലെ, അവിടുന്ന് എല്ലാ ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുക്കുന്നതായ സമയത്ത് പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? എന്റെ കാല് കഴുകണം, അല്ലെ, എന്റെ കാല് കഴുകണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പത്രോസ് പറഞ്ഞത്? കാരണം നിത്യജീവനുള്ള യഹോവയായ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഒരു പിതാവ് അയച്ചതായ വ്യക്തി എന്റെ കാല് കഴുകണമെങ്കിൽ ഞാൻ ആര്, അല്ലേ, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവിടെ തന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നീ എന്നോട് കൂടി ഇത് ചെയ്തില്ല എങ്കിൽ നിനക്ക് എനിക്കും ഏതൊരു ഒരു ബന്ധവുമില്ല. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ബന്ധം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യം? ഒരു താഴ്മയുടെ അനുഭവം, ഒരു വിശുദ്ധിയുടെ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കണം എന്നുള്ള അനുഭവം. അപ്പോൾ അവൻ ഉത്സാഹിയായിരുന്നു, ദൈവം എന്നോട് കൂടെ വേണം, അല്ലെ, എങ്കിൽ എന്റെ പാദം മുതൽ കഴുകണമേ എന്ന് പത്രോസ് പറഞ്ഞു. അല്ലെ, എന്റെ തല മുതൽ എന്റെ പാദം വരെ കഴുകണം, അങ്ങനെ എനിക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കണമെന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം? നമുക്കും വിശ്വാസമുള്ളവരായി നമുക്ക്. അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുത്ത വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലും നാം എങ്ങനെയുള്ളവരാണ്? നാം തീരുമാനങ്ങൾ എടുക്കാണ്, അല്ലേ? നമ്മൾ എന്നതാണ് വർഷത്തിന്റെ അവസാനം നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും, അല്ലേ? പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? ഇനി കൂടുതൽ പ്രവർത്തിക്കും, അല്ലേ? കൂടുതലായിട്ട് നമ്മളെ തന്നെ നമ്മൾ പല മേഖലകളിൽ നമ്മൾ നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെ നമ്മൾ പറയും. പത്രോസിന്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള വ്യക്തിയാണ്. എങ്ങനെയാണോ അവൻ ചില തീരുമാനങ്ങൾ. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൽ 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 26:35. ഇവിടെ പത്രോസിന്റെ തീരുമാനം എന്താണ്? നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു, അല്ലെ? അപ്പോൾ യേശുവിനോട് കൂടെ മരിക്കാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അത്രയ്ക്കും ഉറപ്പുള്ളവനാണെന്നുള്ള തീരുമാനമൊക്കെ എടുത്തു, അല്ലെ? പത്രോസ് നല്ല തീരുമാനമാണ് എടുത്തത്, അല്ലേ? പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ പിന്നീട് നോക്കുമ്പോൾ അവൻ എങ്ങനെയാണ് തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത്, അല്ലെ? അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ദൈവത്തെ കുറിച്ച് നമുക്ക് വലിയ ബോധമുണ്ട്, അല്ലെ? അവൻ നമ്മളെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകുന്നവനാണ്. ദൈവത്തോടു കൂടെ നമുക്ക് വസിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെ? പത്രോസിനെ പോലെ. എന്തുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ ത്യാഗുവാനും ആണയിടുവാനും തുടങ്ങിയത്? എന്തുകൊണ്ടാണ് പത്രോസ് തന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ത്യാഗുവാനും ആണയിടുവാനും തുടങ്ങിയത്? അവൻ സ്വയത്തിൽ നടന്നു, അല്ലേ? പത്രോസിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവന്റെ സ്വയം എന്നൊരുണ്ടായിരുന്നു, മരണഭയം ഉണ്ടായിരുന്നു, അല്ലെ? ആ സമയത്തിൽ അവൻ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി. കാരണം ഞാൻ ഇന്ന് വരെ ഞാൻ ആരുടെ കൂടെ ആയിരുന്നു? യേശുവിനോടെ കൂടെ ആയിരുന്നു. യേശുവിന്റെ അടുക്കൽ ആരും ഒന്ന് തൊട്ട് കളിക്കില്ല, അല്ലേ? യേശുവിന്റെ അടുക്കൽ നിന്ന് കഴിഞ്ഞാൽ യേശു അയാളെ ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയും. അപ്പോൾ യേശു എന്ത് ചെയ്യും? യേശുവിന്റെ അടുക്കൽ വന്നതായ പിടിച്ചോണ്ട് പോകുന്ന പട്ടാളക്കാരെല്ലാം എന്ത് ചെയ്യും? അവരെ എല്ലാം നശിപ്പിച്ചിട്ട് ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ച് കൊടുക്കാൻ പോകുമെന്നൊക്കെ മനസ്സിൽ വലിയ കോട്ട കെട്ടിയിരുന്നായിരിക്കും. പക്ഷെ യേശു എന്ത് ചെയ്തു? യേശു ഇതൊന്നും ചെയ്തില്ല, അല്ലേ? യേശു ഇതൊന്നും ചെയ്തില്ല. പത്രോസിന്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്തു? അവൻ ഒരു സ്വയത്തിൽ വിശ്വസിച്ച മനുഷ്യനാണെങ്കിലും, അങ്ങനെ വിശ്വസിച്ച മനുഷ്യനാണ്, അല്ലേ? അങ്ങനെ സ്വയത്തിൽ ഞാൻ എന്നുള്ള ഒരു അഹങ്കാരമുള്ള മനുഷ്യനുണ്ട്. ആരാണത്? ഞാൻ മഹോന്നതങ്ങളിൽ കയറും, അല്ലെ? ഞാൻ ആർക്ക് സദൃശനാകും? ദൈവത്തെ പോലെയാകും. അവിടെ ഞാൻ ആ
പൈശാചിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ദുഷ്ടദൂതനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഞാൻ അല്ലെ, എല്ലാം എനിക്ക് വേണം, എല്ലാ ബഹുമതികളും എനിക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെയാണ്. ഞാൻ ആദരിക്കപ്പെടേണ്ടവനാണ്, എന്നെ ബഹുമാനിക്കേണ്ടവനാണ്, എനിക്കത് കിട്ടുന്നില്ല അല്ലെ എന്നെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞുള്ള കാര്യമുണ്ടോ? ഒരിക്കലുമില്ല അല്ലെ. നാം ആദരിക്കപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെ ആ മര്യാദ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ മര്യാദ ലഭിക്കുകയുള്ളൂ അല്ലെ. പത്രോസ് തന്റെ സ്വയത്തിൽ വിശ്വസിച്ചുവെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവൻ ഒരിക്കലും ദൈവത്തിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അവൻ ഒന്നാമതായി പത്രോസിന്റെ ജീവിതത്തിൽ വന്നതായ കുറവുകളെ കുറിച്ച് നാം നോക്കുമ്പോൾ അവിടെ എന്താണ് ജീവിതത്തിൽ വന്ന കുറവ്? മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴികയോളം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ അല്ലെ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത്, അതിന് മുൻപായി തന്നെ യേശു പ്രാർത്ഥിക്കാൻ പോകുന്നതായ സമയത്ത്, തനിക്ക് വരാൻ പോകുന്നതായ പ്രയാസം നിറഞ്ഞതായ സമയത്ത് അല്ലെ, കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ പ്രാർത്ഥിക്കാനായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ആവശ്യമാണ് അല്ലെ. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥിക്കേണ്ടതായ സമയത്തിൽ പത്രോസ് എന്ത് ചെയ്തില്ല? അവൻ പ്രാർത്ഥിച്ചില്ല. അവൻ ഉറങ്ങിപ്പോയതായി കാണുന്നു അല്ലെ. അവിടെ വായിക്കുന്നത് എന്താണ്? വായിക്കാം. അവൻ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ അല്ലെ. അപ്പോൾ യേശുവിനോട് കൂടി ആ പ്രതിസന്ധി എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളത് പത്രോസ് പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യമാണ്. ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ ചർച്ചയിൽ എന്തുണ്ടായിരുന്നു? ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അല്ലെ. ആരൊക്കെ പ്രാർത്ഥിച്ചു? നമ്മുടെ ദൈവദാസൻ തന്റെ ഭാര്യയുമായി വന്നു ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്? ദൈവം ആ മകനെ കാരക്കോണം സർക്കിളിൽ എടുത്ത് ഉപയോഗിക്കുന്നതിന് അല്ലെ, അതിനുവേണ്ടി ദൈവ നടത്തിപ്പിന് വേണ്ടി ദൈവം ചെയ്തു പ്രാർത്ഥിച്ചു അല്ലെ. നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റവും ആവശ്യമാണ്. ദൈവം നമുക്ക് തരുന്നതായ ദാനങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇത് എന്റെ വകയായിട്ട് എനിക്ക് തന്നതല്ല, കാരണം ഇത് എനിക്ക് ദൈവം തന്നെ നൽകിയതാണ് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വലിയൊരു പ്രവാചകനായ അല്ലെ, പ്രവാചകൻ മലയുടെ മുകളിൽ ഒരു യാഗപീഠം പണിതു. അവിടെ ഒരു യാഗം നടത്തിയത് നമുക്കറിയാം അല്ലെ. ആരാണ്? ഏലിയാവ്. അവിടുത്തെ യാഗം നടത്തിയതായ സമയത്ത് അവിടെ ആകാം എന്ന പ്രവാചകനും വന്നു. അവരൊരു യാഗം കഴിക്കാൻ നിന്നു. പക്ഷെ ഈ യാഗം എന്ത് ചെയ്ത്? അവരെ യാഗം പാളിപ്പോയി. പക്ഷേ ഇവിടെ ഏലിയാവിന്റെ യാഗം എന്ത് ചെയ്തു? ദൈവം അവിടെ നിന്ന് അഗ്നി കൊണ്ട് ആ യാഗത്തെ ദഹിപ്പിച്ചതായി നമ്മൾ കാണുന്നു. അപ്പൊ ദൈവം അവിടുത്തെ പ്രവൃത്തി ആരോട് ചെയ്തു? ഏലിയാവിലൂടെ ചെയ്തു. പക്ഷേ ഈ യാഗം പൂർത്തീകരിച്ച ശേഷം ഏലിയാവ് അങ്ങോട്ട് പോയി. ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോയി. അവൻ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കി തലകൾ കുനിച്ചു വെച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ ഒരു അത്ഭുതം ചെയ്യുവാൻ തക്കൊണ്ട് നിനക്കെല്ലാതെ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ കരമൊക്കെ വെളിപ്പെട്ടു. അവിടെ ദൈവത്തിന്റെ തേജസ് വരാതിരുന്നുവെങ്കിൽ ആ യാഗം അവിടെ പൂർത്തീകരിക്കുകയില്ല. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ആ ഒരു വലയം അവിടെ നിന്നതുകൊണ്ട് അല്ലെ ആ യാഗം പൂർത്തീകരിച്ചു. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നതും നമ്മളിലുള്ളതായ കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ എങ്ങനെ ആയി പോകരുത്? നാം പത്രോസിനെ പോലെ ഉറങ്ങരുത്. നാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥനയുള്ളവരായിരിക്കണം. നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാൽ ദൈവം എന്ത് ചെയ്യില്ല?
നമുക്ക് ഒരിക്കലും മറുപടി നൽകിയ പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് യേശുവിനെ പ്രാകുവാനും ആണിടുവാനും തുടങ്ങിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കും, എന്തിനാണ് അവന് പ്രാകുവാൻ ആണിടാൻ തുടങ്ങിയത്? അവൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ല, അല്ലെ? അവൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ല. അവൻ ഉറക്കമുള്ളവനായിരുന്നു, അല്ലെ? ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷെ ഇച്ചിടം ബലഹീനമാണ്, അല്ലെ? നമ്മളിൽ അങ്ങനെയാണ്, അല്ലെ? ചിലര് അല്പം വയസ്സാവാൻ പറയും, ഞാനും വേണമെങ്കിൽ ഇതിൽ ചാടിക്കയറാമെന്ന് വിചാരിക്കും, അല്ലെ? മനസ്സുകൊണ്ട് നാം എങ്ങനെ നാം അത് ചാടിക്കയറുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അത് പ്രവർത്തിക്കുവാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമുക്ക് എല്ലാം സാവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നാം ഇരിക്കും. പത്രോസിന്റെ ജീവിതത്തിലും പത്രോസ് അങ്ങനെയിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ഉറക്കമുള്ളവനായി അവരോടുകൂടെ ഉറങ്ങി. നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിൽ നിത്യജീവനുണ്ട്, വലിയ അറിവുണ്ട്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ അറിവുണ്ട്, ദൈവത്തിൽ പ്രത്യാശയുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കും, അല്ലെ? നല്ല ഉത്സാഹിയാണ്, നല്ല തീരുമാനങ്ങൾ എടുക്കും. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ പത്രോസിനെ പോലെ ഉറങ്ങുന്നവരാണ്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നാം ഒരിക്കലും ഉറങ്ങാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയുള്ളവനായിരുന്നു? യേശുവിനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് യേശുവിൽ നിന്നും എങ്ങനെയുള്ളവനായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 54-ാമത്തെ വാക്യം പറയുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ലൂക്കോസ് കൊണ്ടുപോയി പത്രോസ് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയ സമയം പത്രോസ് എങ്ങനെയാണ് നടന്നത്? പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിന്റെ അടുത്തുള്ളതായ മനുഷ്യൻ, യേശുവിനോട് കൂടെ നടന്നതായ മനുഷ്യൻ ഇപ്പോൾ യേശുവിന്റെ കൂടെ ഇല്ല. അവൻ ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? അവൻ അകലം വിട്ട് നടന്നു, അല്ലെ? നമ്മുടെ ജീവിതത്തിലും നമുക്ക് വലിയ അറിവും നമുക്ക് ജ്ഞാനങ്ങളും യേശുവിനെ കുറിച്ച് എല്ലാം അറിയാമെങ്കിലും നമ്മുടെ ജീവിതത്തിലും നാം എങ്ങനെയാണ് നടക്കുന്നത്? നാം യേശുവിനെ വിട്ട് നാം അകലം വിട്ട് നടക്കുന്നവരാണ്, അല്ലെ? നാം അങ്ങനെ നടക്കാൻ പാടണോ? നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തീയ പാതയിൽ നിന്നും നാം അകലം വിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് നമുക്ക് കാണുന്നു, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് യേശുവിനോട് കൂടെ നടന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എവിടെ എത്തിപ്പെടാൻ കഴിയില്ല. നിത്യജീവനിൽ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. നമ്മൾ എവിടെ പോകും? പത്രോസിനെ പോലെ നാമും അസ്ഥിരമായി പോകും. നാം നിലനിൽക്കാത്ത വിശ്വാസത്തിൽ പോകും പോലെ നമുക്ക് പോകാൻ കഴിയും. നമുക്ക് അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ അകലം വിട്ട് നടന്നുവെങ്കിലും അവൻ എങ്ങനെയാണ്? അവൻ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലും അവൻ എന്ത് ചെയ്തു? അവന് താഴോട്ട് വായിക്കാം. 22-55 വായിക്കുന്നതാണ്. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു, അല്ലെ? പത്രോസിന്റെ ജീവിതത്തിൽ അവൻ അകലം വിട്ട് നടന്നപ്പോൾ, യേശുവിൽ നിന്നും അവൻ മാറി നടക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഇരിപ്പെല്ലാം എവിടെയായി? അവന്റെ ഇരിപ്പെല്ലാം മറ്റുള്ള വ്യക്തികളോടുകൂടെയായി, അല്ലെ? അവൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ അവൻ ദൈവത്തിൽ നിന്നും അകന്നു നടന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ പഴയ ജീവിതത്തിലേക്ക് പോകുവാൻ തുടങ്ങി. അവൻ എവിടെയാണ് ഇരുന്നത്? വായിക്കാം. ഇരിക്കുന്നത് ഉറ്റുനോക്കി ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ അവിടെയാണ് പറഞ്ഞത്, അല്ലേ? ഞാൻ ആരെ അറിയുന്നില്ല? ഇവനെ ഞാൻ അറിയുന്നില്ല, അല്ലെ? ഇവിടുന്ന് ഞാൻ ആരെ അറിയുന്നില്ല? ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതായി നമ്മൾ കാണും, അല്ലെ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാം. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും, അല്ലെ? അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് യേശു ആരെ നോക്കി? യേശു പത്രോസിനെ നോക്കി. പത്രോസിന് തിരിഞ്ഞു നോക്കുന്നതായ സമയത്ത് ഒരു നോട്ടം യേശു നോക്കി എന്ന് പറയുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായി യേശു ഇങ്ങനെയാണ് പത്രോസിനെ നോക്കിയത്. നിന്നെ കേഫ എന്ന് പറഞ്ഞ് നോക്കി, അല്ലേ?
നിന്നെ ഉറപ്പുള്ള ഒരു ബാലകൃഷ്ണമായി നിന്നെ യേശു നോക്കിയെങ്കിൽ ഇപ്പോൾ യേശു നിന്നെ നോക്കുന്നതായ ആ രീതി നോക്കും. എങ്ങനെയാണ് നോക്കിയത്? രണ്ട് പ്രാവശ്യം കോഴി കൂകുമ്പോ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിൽ അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. എന്തിനു കരഞ്ഞു? ഞാൻ എന്റെ അരുമനാഥൻ പറഞ്ഞതായ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്തിൽ അവൻ എവിടെ ഇരുന്നു? അവൻ ഉറക്കം കഴിച്ചു, ഉറങ്ങിപ്പോയി. തന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾക്കും നേരിടുവാൻ തക്കവണ്ണം അവൻ സമയം കണ്ടെത്തിയില്ല, അല്ലെ? പത്രോസ് അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രയാസപ്പെട്ടുകൊണ്ട് ആ യേശു തന്നെ നോക്കിയപ്പോൾ തന്റെ ജീവിതത്തിൽ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായി അവൻ പോയി, അല്ലെ? അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. ആ കരച്ചിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു, അല്ലെ? ഈ എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് യേശുവിനെ പുഷ്കരം കൊണ്ടുപോയി. പത്രോസ് തന്റെ ജീവിതത്തിലോട്ട് പിന്നെ കടന്നുപോയി. കടന്നുപോയെങ്കിലും യേശു ആരെ വിട്ടില്ല? പത്രോസിനെ വിട്ടു. പത്രോസ് ഒരിക്കലും വിട്ടില്ല. യേശുവാണ് അവന്റെ പേര് തന്നത്, അല്ലെ? നിന്നെ ഞാൻ എന്ത് വിളിക്കും? കേഫ എന്ന് വിളിക്കും. നിന്റെ ആദ്യ ജീവിതത്തിലോട്ട് നീ പോകേണ്ടവനല്ല, നിന്നെ ഞാൻ ഉറപ്പുള്ളവനായി നിർത്തും. എന്തുകൊണ്ട്? പത്രോസിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആർക്ക് തീർക്കുവാനുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിന് അവിടെ നിവർത്തിക്കാനുള്ളത് നാം കാണാൻ കഴിയും, അല്ലെ? അവിടെ യേശു ക്രിസ്തു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതാക്കാണ് തൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നതായ ചോദ്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു, അല്ലെ? ആ ചോദ്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം ചെയ്തിട്ട് യേശു ആരെ കൈവിട്ടില്ല? പത്രോസിനെ കൈവിട്ടില്ല, അല്ലെ? പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, അല്ലെ? 3 പ്രാവശ്യം ആ ചോദിച്ചോ. യേശു ശിഷ്യനായ പത്രോസിനോട് ചോദിച്ചു, നീ 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറഞ്ഞു, അല്ലെ? 3 പ്രാവശ്യം നീ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ ഏതെങ്കിലും ഒരു അംശം ഹൃദയത്തിലുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു, അല്ലെ? തന്റെ ജീവിതം കൊണ്ട് അവൻ യേശുവിനോട് വളരെയധികം കരഞ്ഞു. തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അവൻ കരഞ്ഞത് കൊണ്ടാണ്. എന്നാൽ യേശുവിന്റെ മറ്റു ശിഷ്യരെ നമുക്കറിയാം, യൂദ എങ്ങനെയാണ്? അവൻ വെള്ളി കാശും കൊണ്ട് അവൻ ഓടിപ്പോയി. തന്റെ ജീവിതത്തിൽ ഒരു കരച്ചിലായിരുന്നു. ഞാൻ എന്റെ അരുമനാഥനെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് പിതാവിനോട് കരഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെ, അവരുടെ ജീവിതത്തിലും അവനും എന്തുണ്ടാകും? ഒരു രക്ഷ പ്രാപിക്കാൻ കഴിയുമായിരുന്നു. യേശുവിന്റെ അടുത്ത് കിടന്ന ആ ക്രൂശിൽ കിടന്ന കള്ളനാണെങ്കിൽ, അല്ലേ, അവൻ രക്ഷ പ്രാപിച്ചു, അല്ലെ? ആ ഒരു അവസ്ഥ ആർക്കുണ്ടാകുമായിരുന്നു? യൂദാസിനും ഉണ്ടാകുമായിരുന്നു. പക്ഷെ യൂദാസിന്റെ ജീവിതത്തിൽ അവൻ അത് കരഞ്ഞില്ല. അവൻ ദൈവത്തോട് അവന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ തന്റെ ആ ബലം വലിച്ചെറിഞ്ഞിട്ട് അവൻ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിൽ അതല്ല. പത്രോസിന് മാനസാന്തരത്തിന്റെ അനുഭവത്തിലോട്ട് പോയി. അവൻ അരുമനാഥനായ ദൈവത്തിനോട് അവൻ കരഞ്ഞു. തന്റെ ജീവിതത്തിൽ അവൻ കരച്ചിലിന്റെ അനുഭവം വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ജീവൻ കഴിഞ്ഞതായ യേശുവിന് മുമ്പാകെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മളും ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ളതാകും. നാം യേശുവിൽ നിന്ന് നാം അകലം വിട്ട് നടക്കും. പക്ഷേ യേശു നമ്മളെ എന്ത് ചെയ്യുന്നില്ല? നമ്മളെ കൈവിടുന്നില്ല. നമുക്ക് അവനോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ പഴയ വിശ്വാസത്തിൽ ദൈവമേ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ, നിന്റെ വേദനയായി എന്നെ ഉറപ്പിച്ചു നിർത്തണമേ. പത്രോസിന്റെ ജീവിതത്തിലും പത്രോസ് അവസാനം എങ്ങനെയാണ്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആർക്ക് കൊടുത്തു? പത്രോസിന് കൊടുത്തു, അല്ലെ? അനേകരുടെ സ്വർഗരാജ്യങ്ങളുടെ അവകാശമാക്കൊണ്ടക്കണം പത്രോസിലൂടെ ദൈവം അവിടുന്ന് സ്വർഗരാജ്യം തുറന്നു കൊടുത്തതായി കാണുന്നു. പത്രോസ് വഴിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവന്റെ നിഴൽ തട്ടിയാൽ രോഗം മാറുമെന്ന് പറഞ്ഞ് പത്രോസിന്റെ അടുക്കൽ അനേക വ്യക്തികളെ കൊണ്ടുവന്നു. എന്തിനാണ്, അല്ലെ?
യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മടങ്ങിയ വരവ് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അവൻ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ചത്? അവനവന് മരണത്തോളം ഇങ്ങനെയുള്ളവനായിരുന്നു, അല്ലെ? പത്രോസിന്റെ മരണത്തോളം ഇങ്ങനെ വിശ്വസ്തനായിരുന്നു. ആദ്യ ജീവിതത്തിൽ അവൻ എങ്ങനെയായിരുന്നു? അവന്റെ അവസാനത്തിൽ എങ്ങനെയായിരുന്നു? തന്റെ ജീവിതത്തിൽ അവന്റെ അവസാനമായി ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ പറഞ്ഞു, ക്രൂശ് മരണം എനിക്ക് എങ്ങനെയാകണം? എന്റെ ദൈവത്തെ പോലെ എന്നെ ക്രൂശിക്കേണ്ട കാര്യമില്ല, എന്നെ ഇങ്ങനെ തലകീഴായി എന്നെ ക്രൂശിക്കണം. തന്റെ മരണം കൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയതേക്കാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം ദൈവത്തോട് നന്ദി പറയണം. അവന്റെ മുമ്പാകെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥന എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. ദൈവവും നമ്മളും തമ്മിലുള്ള വിശ്വാസമാണ്. ഈ ആലയത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു ശബ്ദം നിങ്ങൾ കഴിഞ്ഞു കഴിച്ചു പോകുന്നവരായിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവനിലുണ്ട്, അല്ലെ? യേശുവിനെ കുറിച്ചുള്ള അറിവ്, അവൻ നിത്യജീവനാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ഒരു നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയണം. പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് എടുത്ത തീരുമാനങ്ങളാ പോലെ, അല്ലെ? അവൻ തെറ്റായ രീതികൾ എടുത്തുവെങ്കിലും അവൻ അതിദുഃഖത്തോടെ ദൈവത്തോട് കരഞ്ഞ പോലെ, ദൈവമേ, ആദ്യമായുള്ള ഒരു വിശ്വാസം എനിക്ക് നൽകണമേ. ഒരുപാട് പുസ്തകം പറയും പോലെ, അല്ലെ? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു ഏതൊരു കുറ്റം മാത്രമേ നിന്നിൽ കാണാനുള്ളൂ. ദൈവം നമ്മളിത് ചോദിക്കും. ദൈവമേ, ആദ്യത്തിൽ ഞാൻ വിശ്വസിച്ച് നിന്നിൽ വരവേറ്റതായ വിശ്വാസം എന്നിൽ കുറഞ്ഞു പോയെങ്കിൽ ദൈവമേ, ആദ്യ വിശ്വാസം എനിക്ക് നൽകണമേ. ആദ്യമായിട്ടുള്ള പ്രാർത്ഥിക്കാനുള്ള ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏത് പ്രയാസം വരുമ്പോഴും ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് മുട്ടുമടക്കാൻ സമയമില്ല. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കണം, ദൈവമേ, ഏത് പ്രതിസന്ധി തരണം ചെയ്യുവാൻ ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുന്നു. അവർ തീരുമാനമെടുത്തുകൊണ്ട് പോകണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മൾ എന്ത് ചെയ്യും? പത്രോസിനെ പോലെ ദൈവം അനുഗ്രഹിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുത്തതായ വ്യക്തി, അല്ലെ? പത്രോസ് മുഖാന്തരം രോഗികൾ സൗഖ്യമായി, അല്ലെ? യേശു ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പത്രോസിന് ദൈവം ഇടയാക്കി. പരിശുദ്ധാത്മാവ് അവനോട് കൂടെയിരുന്നു. പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം പത്രോസിനോട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.